ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയില് ആകപ്പാടെ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാട്ടോ. ഇത് ഇത്രോ നാളും ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു പ്രേത കഥ പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രോത്ത്, നമ്മുടെ രജനി ഒരു രൂപം ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രഭാവതിയോട്, നമ്മുടെ അമ്മയോട് നമ്മുടെ രജനി പറയുന്നുണ്ട്, ഏതോ ഒരു രൂപം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടും, ഏതോ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ രജനി വന്ന് പറയുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ഭാർഗവി കണ്ട ഒരു കാര്യം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും അല്ലേ? ആ ഒരു പേടിപ്പെടുത്തുന്ന രൂപം, ആ ഒരു മീരയുടെ സൗണ്ടും ഒക്കെ കേട്ടു എന്നുള്ളൊരു കാര്യം നമ്മുടെ ഭാർഗവി നമ്മുടെ പ്രഭാവതിയോട് വന്ന് പറയുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്നില്ല ട്ടോ. പിന്നെ ഒരു ഇല അനങ്ങിയാൽ പ്രേതമാണ് ഭൂതമാണെന്ന് പറയുന്ന ഒരു സംഭവം നാടാണിത്, പിന്നെയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥന് അതിങ്ങനെ ഭയങ്കര ഇതായിട്ട് തള്ളിക്കളയുന്നുണ്ട് ട്ടോ. അപ്പൊ മിക്കവാറും ചന്ദ്രോത്ത് ആ ഒരു മിന്നി പറയുന്ന ഒരു രൂപം കണ്ടിട്ട് എനിക്ക് തോന്നുന്നതല്ല, 90% അത് ദേവി തന്നെയാട്ടോ. നമുക്കത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എസ്തപ്പാന്റെ വീട്ടിൽ പോലീസ് എത്തി നോക്കുമ്പോൾ അവിടെ ദേവിയെ കാണുവാനില്ല. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദൻ അവിടെ നിന്ന് നമ്മുടെ ദേവിയെ മാറ്റി തിരികെ നമ്മുടെ ചന്ദ്രോത്തേക്ക് തന്നെ കൊണ്ടുവന്നതാകാം. ആ ഒരു ദേവി ഓടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാകാം നമ്മുടെ രജനി കണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാർഗവി കണ്ട കാര്യം അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു നമ്മുടെ സുഗമോ ദേവി ആകെപ്പാടെ ട്രാക്ക് മാറിയിരിക്കുകയാണ്. കുറെ കുറെ നാളുകൾക്ക് മുമ്പ് വരെ വേറൊരു ട്രാക്കായിരുന്നു, പിന്നീട് അതൊരു ഇപ്പൊ കൊലപാതകത്തിന്റെ അന്വേഷണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ദാ ഒരു പ്രേതകഥയിലേക്ക് പോകുന്ന ഒരു രീതിയായിട്ട് ഇപ്പൊ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു കഥ ഇനി എവിടെ ചെന്നാണാവോ നിൽക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.